നമസ്കാരം. കൃഷി ദർശനിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും അതിർത്തികളിലുമായി സേവനം അനുഷ്ഠിക്കുകയും പിന്നീട് വിദേശത്തേക്ക് പോകുകയും അതിനുശേഷം കാർഷിക വൃത്തിയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്ത വേറിട്ട വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ഇ മുഹമ്മദ് റഷീദ്. അദ്ദേഹത്തിന്റെ കൃഷി വിശേഷങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കൃഷിയുടെ ആദ്യകാലങ്ങളിൽ കർഷകർ കൂട്ടമായി അവർക്കാവശ്യമുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും കൃഷി ചെയ്തിരുന്നു. തുടർന്നുള്ള കാലങ്ങളിൽ അത് ഒരു വിള മാത്രം കേന്ദ്രീകരിച്ച് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാർഷിക രീതിയായി മാറി. അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റവും അഭാവവുമെല്ലാം എല്ലാ കൃഷി വിഭവങ്ങളും മണ്ണിൽ പരീക്ഷിക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു. അങ്ങനെ വ്യത്യസ്ത കൃഷിരീതികൾ സ്വന്തം കൃഷിത്തോട്ടത്തിൽ പരീക്ഷിച്ച് വിജയിച്ച കർഷകനാണ് നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഡീസന്റ് മുക്ക് സ്വദേശി ഇ മുഹമ്മദ് റഷീദ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായുള്ള പട്ടാള ജീവിതവും തുടർന്നുള്ള പ്രവാസ ജീവിതവും വഴി വ്യത്യസ്ത ഇനം കൃഷിരീതികൾ കണ്ടു മനസ്സിലാക്കാൻ ഈ കർഷകനായി. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അതുവരെ ലഭിച്ച കാർഷിക അറിവുകളെല്ലാം പൂർണ്ണമായും തന്റെ 2.25 ഏക്കർ കൃഷിഭൂമിയിൽ പരീക്ഷിച്ചു. വീടിന് ചുറ്റുമുള്ള 1 ഏക്കർ തോട്ടത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ ഒന്ന് മറ്റൊന്നിന് വളമാകുന്ന തരത്തിൽ ധാരാളം കൃഷിവിളകൾ ചെയ്തു പോരുന്നുണ്ട്. തെങ്ങ്, പ്ലാവ്, വിവിധയിനം മാവുകൾ, ടിഷ്യൂ കൾച്ചർ വാഴ, പൂവകൃഷി, മരിച്ചീനി, ചേന, ചേമ്പ്, കുരുമുളക്, പപ്പായ, മൊസാമ്പി, വിവിധയിനം മുളകുകൾ, വെണ്ട, ഇഞ്ചി, പയർ, മുരിങ്ങ, റംബൂട്ടാൻ, പാൽക്കായം, ഫാഷൻ ഫ്രൂട്ട്, ശീമനെല്ലി, കാട്ടുനെല്ലി, ആത്തിച്ചക്ക, കർപ്പൂരമാവ് തുടങ്ങി മണ്ണിൽ മുളയ്ക്കുന്ന എല്ലാ ഭക്ഷ്യവിളകളും ഇവിടെ വിജയകരമായി കൃഷി ചെയ്തിരിക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്? പ്രധാന ഇനം തെങ്ങാണ്. ഒരു 500 കൂടി തെങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് വാഴ, പിന്നെ പപ്പായ, മാവ്, പിന്നെ കുരുമുളക്, മുരിങ്ങ, പാൽക്കായം, നെല്ലി, ചേന, ചേമ്പ്, കൂവ, ഇഞ്ചി, പച്ചമുളക് പല വെറൈറ്റിയും ചെയ്യുന്നുണ്ട്. കാന്താരി മുളക് ചെയ്യുന്നുണ്ട്, വല്ല മണമുള്ള മുളക്, അങ്ങനെ പല വെറൈറ്റി, ജാതി, കറിപ്പട്ട, അങ്ങനെ തുടങ്ങി പുരയിടത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ലാതെ 2.25 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുകയാണ്. ഏത്തവാഴകളിൽ സമൃദ്ധമാണ് റഷീദിന്റെ വാഴത്തോട്ടം. വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും വാങ്ങിയ ഏത്തവാഴ തൈകളാണ് ഇവിടെ വാഴകൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. 2.5 അടി ആഴത്തിൽ കുഴിയെടുത്ത് തടം പിടിച്ച് കുമ്മായവും ചാണകവും വിതറി വാഴക്കന്ന് നടുന്നതാണ് റഷീദിന്റെ രീതി. ബയോഗ്യാസ് പ്ലാന്റിൽ അവശിഷ്ടമായി വരുന്ന സ്ലറിയാണ് പ്രധാന വളം. വാഴ കൂമ്പിടുമ്പോൾ ചുവട്ടിൽ വളർന്നു വരുന്ന ചെറു കന്നുകളെ ചവിട്ടി ഒടിച്ചു കളയുകയാണ് പതിവ്. വിളവെടുക്കുന്ന വാഴക്കുലകൾ ഈ കർഷകൻ തന്നെ നേരിട്ട് വിപണിയിലെത്തിക്കുന്നു. നാവായിക്കുളം കൃഷിഭവന്റെ ശക്തമായ പ്രവർത്തനങ്ങളും കൃഷി ഓഫീസർമാരുടെ ഇടയ്ക്കിടെയുള്ള ഫീൽഡ് വിസിറ്റും കൃഷിയുടെ വിജയത്തിനുള്ള പ്രധാന കാരണമാണ്. 1 ഇഞ്ച് ഭൂമി പോലും തരിച്ചിടാതെ, അല്ലെങ്കിൽ 1 ഇഞ്ച് ഭൂമി പോലും വേസ്റ്റ് ആക്കാതെ മുഴുവൻ ഭാഗത്തും ഉള്ള കൃഷിഭൂമി മുഴുവൻ ഭാഗത്തും എല്ലാവിധ കൃഷികളും കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു വളരെ പുരോഗമന ചിന്താഗതിക്കാരനായ കർഷകനാണ് ശ്രീ മുഹമ്മദ് റഷീദ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കൃഷികൾ നെൽകൃഷിയാണ്. അതൊരു 1.5 ഏക്കറോളം നെൽകൃഷിയുണ്ട്. അത് 3 ഭൂവിലും കൃഷി ചെയ്യുന്നുണ്ട്. രണ്ട് ഭൂവിലും നെൽകൃഷിയും അതോടൊപ്പം തന്നെ 3ാമത്തെ കൃഷിയായിട്ട് പയറും കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടുപുരയിടത്തിൽ ഏകദേശം 1.5 ഏക്കറോളം സ്ഥലമാണുള്ളത്. അപ്പോൾ അതിൽ തെങ്ങാണ് പ്രധാന കൃഷി. പിന്നെ ഇടവിളയായിട്ട് ചേന, ചേമ്പ്, കാച്ചിൽ, അതുപോലെ തന്നെ തീറ്റപ്പുല്ല്, പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട്. ഇപ്പം പിന്നെ പ്ലാവായാലും മാവായാലും അതുപോലെ തന്നെ സപ്പോട്ട, പേര, പപ്പായ, പൈനാപ്പിൾ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ്, അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ വെജിറ്റബിൾസും അദ്ദേഹം ഒരു ഹോം സ്റ്റേ ബേസിൽ അദ്ദേഹത്തിൻ്റെ ഒരു കിച്ചൺ ഗാർഡനിലാണ് മുഴുവൻ ചെയ്യുന്നത്. തക്കാളി, വഴുതന, മുളക്, ചീര, പയർ, വെള്ളരി എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ ഇതാണ്: നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ ഒരു ഭാഗമെങ്കിലും
നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക. പക്ഷേ ഔഷധ ഗുണങ്ങളാൽ സമൃദ്ധമായ കൂവയാണ് ഏത്തവാഴകൾക്കിടവേളയായി റഷീദ് കൃഷി ചെയ്തു പോരുന്നത്. കേരളത്തിലെ ഊഷ്മാവും മഴയുടെ തോതും കൂവ കൃഷിക്ക് അനുയോജ്യമെന്ന് സ്വന്തം കൃഷി അനുഭവത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. ചാലു കീറി ചാണകം, ചാമ്പൽ എന്നിവ വിതറി ചൂണ്ടാണി വിരൽ വലിപ്പമുള്ള കിഴങ്ങു കഷ്ണങ്ങൾ മണ്ണിൽ നടുന്നു. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ പരീക്ഷണത്തിൽ ചെടികൾ തമ്മിൽ 30 സെന്റിമീറ്ററും വരികൾ തമ്മിൽ 15 സെന്റിമീറ്ററും അകലം നൽകിയപ്പോൾ കൂടുതൽ വിളവ് ലഭിച്ചതായി കാണുന്നു. ഇതടിസ്ഥാനമാക്കിയാണ് റഷീദും കൂവക്കിഴങ്ങുകൾ നട്ടിരിക്കുന്നത്. ഇടവിളയായിട്ടാണ് കൂവ നടുന്നത്. ഇടകൾക്കിടയിലേക്ക് ചാല് കോരിയതിനു ശേഷം അവിടേക്ക് ചാണകപ്പൊടിയും ചാമ്പലും ഇട്ട് അടിവളമായി കൂട്ടിയിളക്കിയതിനു ശേഷം ഈ കിഴങ്ങ് പാവുകയാണ് ചെയ്യാറ്. പാകി കിളിച്ചു വരുന്നതിന് ശേഷം ഇടയ്ക്ക് ജൈവവളം, മണ്ണിരക്കം ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറിയാണ് ഇദ്ദേഹം വളമായിട്ട് കൂവയ്ക്ക് ഉപയോഗിക്കുന്നത്. നടിയിൽ കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞാൽ കൂവ വിളവെടുപ്പിന് കാലമാകും. കുട്ടികളിലെയും വൃദ്ധരിലെയും ദഹനേന്ദ്രിയ കോശങ്ങളെ ശുദ്ധീകരിച്ച് ദഹനം സാധ്യമാക്കാൻ കഴിവുള്ള കൂവ എല്ലാ വീട്ടിലും സൂക്ഷിച്ചിരിക്കേണ്ട മികച്ച ഔഷധമാണ്. അതിനാൽ തന്നെ ഈ കർഷകന്റെ കൂവയ്ക്ക് ആവശ്യക്കാരേറെയാണ്. കിഴങ്ങായും കൂവ ഉണക്കിപ്പൊടിച്ച് മാവായും വിൽപ്പന നടത്തി വരുന്നുണ്ട്. ഇവിടത്തെ മറ്റൊരു പ്രധാന കൃഷിയാണ് കുരുമുളക്. തെങ്ങ്, പ്ലാവ്, മാവ് തുടങ്ങിയ മരങ്ങളിലെല്ലാം കുരുമുളക് പടർത്തിവിട്ടിരിക്കുന്നു. സാധാരണ കുരുമുളകിനേക്കാൾ വലിപ്പം കൂടിയ പന്നിയൂർ കുരുമുളകും ഗുണമേന്മ വർദ്ധിച്ച കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളകും ഇവിടെ പ്രത്യേകം കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിക്കാർ സമൂഹത്തിൻ്റെ അന്നദാതാക്കളാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീ മുഹമ്മദ് റഷീദ്. കാരണം ഒരു കുടക്കീഴിൽ തന്നെ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം. കാർഷിക മേഖലയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അപൂർവം ചില ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പശുക്കൾ, ആട് വളർത്തൽ, നെൽകൃഷി, മരച്ചീനി കൃഷി, മറ്റ് ഫലവർഗ്ഗങ്ങൾ, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, ഇങ്ങനെ ഒട്ടേറെ കൃഷി രീതിയിൽ കൃഷി അവലംബിക്കുന്നുണ്ട്. ശ്രീ മുഹമ്മദ് റഷീദിൻ്റെ വീട്ടിൽ വന്നാൽ ഒരാൾക്ക് അരി വാങ്ങിപ്പോകാൻ കഴിയും, അതുപോലെ പാല് വാങ്ങാം, മുട്ട വാങ്ങാം, ഇത്യാദി. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ ആദ്യമേ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു അന്നദാതാവ് കൂടിയാണെന്നുള്ള. വീടുകളിൽ അപൂർവമായി മാത്രം കൃഷി ചെയ്യുന്ന കറുവപ്പട്ട ഇവിടെയുണ്ട്. തണ്ടൊടിച്ചും തായ്തടിയിൽ നിന്നും തോൽ വെട്ടിയെടുത്തുമാണ് പട്ടയെടുക്കുന്നത്. മാർക്കറ്റിൽ ഇതിന് നല്ല വിലയും ലഭിക്കുന്നുണ്ട്. വളരെയധികം ഔഷധമൂല്യമുള്ള എന്നാൽ അപൂർവമായി മാത്രം തോട്ടങ്ങൾ കണ്ടുവരുന്ന പാൽക്കായവും ഈ തോട്ടത്തെ ശ്രേഷ്ഠമാക്കുന്നു. തണ്ടിൽ നിന്നും വെള്ളം പോലെ വീഴുന്ന പശിമയുള്ള വെളുത്ത ദ്രാവകം ഉരുട്ടി ഉണക്കി കായമാക്കി ഉപയോഗിക്കുന്നു. കശുവണ്ടി വ്യവസായം പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫലഭൂയിഷ്ടി നിറഞ്ഞ കശുവണ്ടി മണ്ണിൽ മുളപ്പിച്ച് തോരനായും അവിയലായും മാറ്റുന്നുണ്ടിവിടെ. കശുവണ്ടി മണ്ണിൽ പാകി വളമായി ഉമി വിതറുന്നു. മുളച്ചുവരുന്ന കശുവണ്ടി പിഴുതെടുത്ത് ഉപയോഗിക്കുന്നു. നാട്ടിൽ വയൽ നികത്തൽ വ്യാപകമാകുമ്പോഴും ഉമാ, ജ്യോതി തുടങ്ങിയ നെല്ലിനങ്ങളിലൂടെ നൂറുമേനി കൊയ്യുകയാണ് ശ്രീ റഷീദ്. അദ്ദേഹത്തിന്റെ വയൽ വിശേഷങ്ങളിലേക്ക്. കാർഷിക പ്രതിസന്ധിയിൽ കൃഷിഭൂമികൾ ഇടിച്ചു നിരത്തുന്ന ഈ കാലഘട്ടത്തിൽ തന്റെ 1.25 ഏക്കറിലെ നെൽകൃഷിയിലൂടെ നൂറുമേനി കൊയ്തെടുത്തിരിക്കുകയാണ് മുഹമ്മദ് റഷീദ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇവിടെ നെൽകൃഷി ചെയ്യാറുള്ളത്. 3ാം വിളയായി പയറും കൃഷി ചെയ്തു വരുന്നു. പഞ്ചാബിലും കശ്മീരിലും CRPF ആയി ജോലി നോക്കിയപ്പോൾ കണ്ടു മനസ്സിലാക്കിയ ബസുമതി നെൽകൃഷി കേരളത്തിൽ പരീക്ഷിച്ച് ഈ കർഷകൻ വിജയം കണ്ടെത്തിയിരിക്കുന്നു. ധാരാളം പേർ നിത്യവും ബിരിയാണി കഴിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ബിരിയാണി ഒരു കൃഷി ചെയ്തുകൂടാ എന്ന ചിന്തയാണ് ഇങ്ങനെയൊരു കൃഷി പരീക്ഷണത്തിന് ഈ കർഷകനെ പ്രേരിപ്പിച്ചത്. ഞാൻ ബസ്മതി നെൽകൃഷി ചെയ്തു. നല്ല ലാഭമായിരുന്നു, നല്ല വിളവുമായിരുന്നു. അതിനുശേഷം ചൈതന്യ നെൽകൃഷി ചെയ്തു ഒരു വർഷം. അതിനുശേഷം ഇപ്പം നടക്കുന്നത് ഉമ, ജ്യോതി 2 ഇനം നെല്ലാണ് കൃഷി ചെയ്യുന്നത്. കാര്യം ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇവിടുത്തെ നിലത്തിൻ്റെ രീതിക്കും ഇത് രണ്ടുമേ ഇവിടെ യോജിക്കുന്നുള്ളൂ. ഇത് 2 നെല്ലും ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. 3ാമതായിട്ട് ചെയ്യുന്നത് പയറാണ്. അപ്പോൾ 2 കൃഷി നെല്ലും ഒരു കൃഷി പയറും. സാധാരണ നെൽകൃഷിയുടെ 3 ഇരട്ടി വിളവും
രണ്ടാഴ്ചത്തെ മൂപ്പുകുറവുമാണ് ബസുമതിയുടെ പ്രത്യേകത. ബസുമതി 100 മേനി കൊയ്തെടുത്ത ശേഷം ചൈതന്യയും പാലക്കാടൻ മട്ടയും ഈ മണ്ണിൽ വിജയകരമായി റഷീദ് കൊയ്ത്തു നടത്തി. ഇപ്പോൾ നിലമുഴുതിലേക്ക് ഉമാ നെൽവിത്തുകൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഇതിൽ ഞങ്ങൾ കർഷകർക്ക് ട്രെയിനിങ്ങുകളും അതുപോലെ ഡെമോൺസ്ട്രേഷനുകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ നാവായിക്കുളത്ത് നമ്മുടെ ഫാം സ്കൂൾ ഇവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇദ്ദേഹവും അതിനുവേണ്ട ക്ലാസ്സുകൾ എടുക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ സജീവ പങ്കാളിത്തം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ആത്മയിലെ അതായത് കർഷക കണ്ടുപിടുത്തങ്ങൾ ഫാർമർ ഇന്നൊവേഷൻസിലെ ഇദ്ദേഹത്തിൻ്റെ ലോ കോസ്റ്റ് പാഡി വിന്നോവറാണ് ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നത്തെ കർഷകരുടെ ഇടയിൽ എല്ലാവർക്കും മാതൃകയാകുന്ന ഒന്നാണ് ഈ ലോ കോസ്റ്റ് പാഡി വിന്നോവർ, നെൽ പാറ്റ് യന്ത്രം. നമ്മുടെ 2013-14 IFSI തിരഞ്ഞെടുത്തിരിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ പ്ലോട്ടാണ്. ഇവിടെ സമ്മിശ്ര കൃഷി വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. മറ്റ് ഫാമേഴ്സിനെ അപേക്ഷിച്ച് ആത്മയുമായി ബന്ധപ്പെട്ട് ഏത് മീറ്റിങ്ങുകൾക്കും വിളിച്ചാൽ എല്ലാ ട്രെയിനിങ്ങുകളിലും മീറ്റിങ്ങുകളിലും ഇദ്ദേഹത്തിൻ്റെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട്. ശാസ്ത്രത്തിൽ അഭിരുചിയുള്ള റഷീദ് കൊയ്ത്തിനും മെതിക്കുമൊന്നും ആളെ കിട്ടാനില്ലെന്ന പരാതി പറയുന്നില്ല. പകരം സ്വന്തമായി ഒരു നെല്ല് പാറ്റ് യന്ത്രത്തിന് തന്നെ രൂപം നൽകിയിരിക്കുകയാണ്. വൃത്താകൃതിയിലുള്ള 2 അലുമിനിയം തകിടുകൾ ഒന്നിച്ചു ചേർത്ത് എതിർദിശകളിൽ ഫാനുകൾ ഘടിപ്പിച്ചതാണ് ഈ യന്ത്രത്തിന്റെ കാതലായ തത്വം. 2 ഫാനുകൾക്കുമായി യന്ത്രത്തിൽ വ്യത്യസ്ത സ്വിച്ചുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. പാടത്തിൽ നിന്നും കൊയ്തെടുക്കുന്ന നെല്ലുണക്കി പാറ്റ് യന്ത്രത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴ്ത്തുന്നു. നെല്ലിലെ കച്ചിൽ, പുല്ല് എല്ലാം ആദ്യ ഫാൻ വഴിയും പതിര് രണ്ടാമത്തെ ഫാൻ വഴിയും പുറത്തേക്ക് പറത്തിക്കളയുകയും പാറ്റിയ നെല്ല് മാത്രമായി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. പാറ്റിക്കിട്ടുന്ന നെല്ല് മില്ലിൽ കുത്തി തവിട് കളയാതെ അരിയോടുകൂടിയും വിൽപ്പന നടത്താറുണ്ട്. തവിടോടുകൂടി ഔഷധ ഗുണമുള്ള അരിക്കും ആവശ്യക്കാരേറെയാണ്. രാജ്യത്തെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ബാംഗ്ലൂരിൽ സംഘടിപ്പിച്ച രാജ്യാന്തര സെമിനാറിൽ റഷീദിന്റെ പാറ്റയന്ത്രത്തിന് അവാർഡുകൾ ലഭിച്ചു. രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ആത്മാ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാംസ് ശ്രീ മുഹമ്മദ് റഷീദിൻ്റെ തോട്ടത്തിൽ നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം കഴിഞ്ഞ വർഷം പുളിമാത്ത് ബ്ലോക്കിലെ ഏറ്റവും നല്ല സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് റഷീദ്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നല്ല ഇന്നൊവേറ്റീവ് ഫാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുകയും അത് കർഷകർക്ക് പ്രാവർത്തികമാക്കത്തക്ക രീതിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന കർഷകൻ എന്ന രീതിയിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിനെ ആദരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് വിൽക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നെല്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 2 പൂവിലും കൃഷി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെൽകൃഷിയിൽ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അദ്ദേഹം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചുവന്ന കുത്തരിയായിട്ടും അതോടൊപ്പം തന്നെ പൊടിയേരി, പിന്നെ അവിലോസ് പൊടി, അതുപോലെ തന്നെ പിന്നെ അപ്പത്തിൻ്റെയും ദോശയുടെയുള്ള മാവ്, അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു മില്ലുണ്ട്. ആ മില്ലിലാണ് അദ്ദേഹം ഇതെല്ലാം പ്രോസസ് ചെയ്ത് മിക്കവാറും എല്ലാ കർഷകർക്കും അതുപോലെ തന്നെ മറ്റ് ഉപഭോക്താക്കൾക്കും അദ്ദേഹം വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ അതുവഴി അദ്ദേഹത്തിന് നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൃഷി സ്വപ്നങ്ങൾക്ക് നിറം പിടിപ്പിക്കാൻ ഭാര്യ സോഫിയും മകൾ റസീനയും കൂടെയുണ്ട്. കൃഷിക്കൊപ്പം തുല്യ പ്രാധാന്യം നൽകി മൃഗപരിപാലനവും പക്ഷിപരിപാലനവും ഇദ്ദേഹം നടത്തിപ്പോരുന്നുണ്ട്. തുറന്ന അന്തരീക്ഷത്തിൽ സ്വാഭാവികമായ രീതിയിൽ തന്നെയാണ് ഇവയൊക്കെ പരിപാലിച്ചു പോരുന്നത്. ഇനി നമുക്ക് ഇത്തരം വിശേഷങ്ങൾ നോക്കിക്കാണാം. പശു, ആട്, കോഴി, താറാവ് തുടങ്ങിയ കൃഷികളും പച്ചക്കറി കൃഷിക്കൊപ്പം തന്നെ പ്രാധാന്യം നൽകി ഇവിടെ ചെയ്തു വരുന്നുണ്ട്. HF ഇനത്തിൽപ്പെട്ട 5ഓളം പശുക്കൾ ഇവിടെയുണ്ട്. ഓരോ പശുവിൽ നിന്നും നിത്യവും 18 ലിറ്ററോളം പാലും ലഭിക്കുന്നുണ്ട്. പറമ്പിൽ തന്നെയുള്ള CO2 ഇനത്തിൽപ്പെട്ട പുല്ലാണ് ഇവയുടെ പ്രധാന ആഹാരം. അതിനു പുറമെ പില്ലറ്റും വൈക്കോലും നൽകാറുണ്ട്. നോബ് ഘടിപ്പിച്ച ഹോസ് കൊണ്ടാണ് പശുക്കളെയും തൊഴുത്തിനെയും വൃത്തിയാക്കാറുള്ളത്. വെള്ളത്തിന്റെ വേഗം നിയന്ത്രിക്കാൻ നോബിൽ സംവിധാനമുണ്ട്. അധിക സമയം നഷ്ടമില്ലാതെ തൊഴുത്ത് വൃത്തിയാക്കാൻ ഈ രീതി കൊണ്ട് കഴിയുന്നു. പശു, ആട്, കോഴി തുടങ്ങി മൃഗപരിപാലനം ഇക്ക എങ്ങനെയാണ് ചെയ്യുന്നത്? എൻ്റെ തൊഴുത്തിൽ 6 പശുക്കളുള്ളത്. അവിടെ പമ്പ് സെറ്റും ടാങ്കിൽ വെള്ളവും സംവിധാനം ചെയ്തിട്ടുണ്ട്.
മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സർവീസ് ചെയ്യുന്ന പ്രകാരം കന്നുകാലികളെ 5 മിനിറ്റ് കൊണ്ട് 5 എണ്ണത്തിനെയും കുളിപ്പിക്കാം. അതിനോടൊപ്പം തറയിൽ ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. തറയും വൃത്തിയായി ഇതെല്ലാം കൂടി ബയോഗ്യാസിലേക്ക് പോവുകയാണ്. ഈ ബയോഗ്യാസ് ഞങ്ങൾ അടുക്കള പാചകത്തിനും ലൈറ്റുകൾ കത്തിക്കുന്നതിനും നെല്ല് പുഴുങ്ങി നമുക്ക് ചോറിന് വേണ്ടി ഉപയോഗിക്കുന്നതിനും ആവശ്യമായ ഗ്യാസ് ബയോഗ്യാസിൽ നിന്നിട്ട് നമുക്ക് ഗ്യാസായി കിട്ടുന്നുണ്ട്. ഇവിടുത്തെ മറ്റേ ഗ്യാസിൻ്റെ ആവശ്യം നമുക്ക് പരിമിതമാണ്. ഈ ഗ്യാസിൽ നിന്നിട്ട് പോകുന്ന സർവേ ജൈവ കൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ താഴത്തോട്ടത്തിൽ കാണുന്ന വാഴത്തോട്ടത്തിലെ മൊത്തവും ഇടവേളയായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ചുവട്ടിലിടുന്നത് ജൈവ കൃഷിയാണ്. കൃഷിയിൽ എങ്ങനെയാണ് ഇക്കെ സഹായിക്കുന്നത്? എല്ലാ രീതിയിലും സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ചും ജോലിക്ക് ആളുണ്ട്, ഇല്ലാത്ത സമയങ്ങളിലും ഉണ്ടായിരുന്നാൽ തന്നെയും എല്ലാ രീതിയിലും ഞാൻ കൂടെ ഇറങ്ങി എല്ലാ ജോലികളും ചെയ്യാറുണ്ട്. ഒരു ദിവസം ആരംഭിക്കുന്നത് കൃഷിയുമായി 4:45 തുടങ്ങും. 4:45 തൊട്ട് പിന്നെ പശുവിന് പാല് കറവ തുടങ്ങുന്ന സമയം മുതൽ ഏകദേശം രാത്രി 12 മണി വരെ ഇതിനായിട്ട് ഞങ്ങൾ സമയം ചെലവാക്കാം. മലബാറി ഇനത്തിൽപ്പെട്ട 20ഓളം ആടുകളും ഈ പറമ്പിൽ സ്വൈര്യമായി വിഹരിക്കുന്നുണ്ട്. ആടുകളെ കെട്ടിയിട്ട് വളർത്തുന്ന രീതിയല്ല ഇവിടെയുള്ളത്. അതിനു പകരമായി 4 വശവും ബന്ധിച്ച പറമ്പിൽ സ്വൈര്യമായി തുറന്നു വിട്ടുകൊണ്ട് സ്വാഭാവികമായ അന്തരീക്ഷത്തിലാണ് വളർത്തി വരുന്നത്. പിണ്ണാക്കും പുളിയരിപ്പൊടിയും തവിടുമാണ് ആടുകൾക്ക് നൽകി വരുന്ന പ്രധാന ആഹാരം. ജമുന പ്യാരി ഇനത്തിൽപ്പെട്ട ആണാടും ഇവിടെയുണ്ട്. ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനാൽ ഈ ആടിനെ മാത്രമാണ് ഇവിടെ കെട്ടിയിട്ട് വളർത്തുന്നത്. ടർക്കി കോഴി, നാടൻ കോഴി, പോരുകോഴി, കപ്പക്കോഴി, ഫാൻസി കോഴി, മുള്ളൻ കോഴി തുടങ്ങിയ വിവിധയിനം കോഴികളാലും മണിത്താറാവ്, പോരുതാറാവ് തുടങ്ങിയ താറാവുകളാലും സമ്പന്നമാണ് ഈ പറമ്പ്. ഈ പക്ഷികളെയും തുറന്ന അന്തരീക്ഷത്തിലാണ് വളർത്തുന്നത്. 4 വശവും നെറ്റ് കെട്ടി ഇവ പറന്നുപോകാതെ ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. ഉമി, തവിട്, പച്ചക്കറി കടകളിലെ വേസ്റ്റ് എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം. തുറന്ന അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി വളരുന്നതിനാൽ ഇവയ്ക്ക് അസുഖങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആഫ്രിക്കൻ മൂഷി പോലെയുള്ള അപൂർവ ഇനം മത്സ്യങ്ങളാലും വിവിധ ഇനം പ്രാവുകളാലും സമ്പന്നമാണ് ഈ 2.25 ഏക്കർ ജൈവത്തോട്ടം. കൃഷിയിൽ റിട്ടയർമെന്റ് ഇല്ല എന്നത് സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ശ്രീ റഷീദ്. മരങ്ങളും ചെടികളും നെൽവയലുകളും ഇല്ലാത്തൊരു കേരളം മലയാളിക്ക് സ്വപ്നം കാണാൻ പോലും സാധ്യമല്ല. ഇവിടെയാണ് ശ്രീ റഷീദിന്റെ 1 ഇഞ്ച് പോലും പാഴാക്കാതെയുള്ള ഇടവിള കൃഷിരീതി മലയാളിക്ക് മാതൃകയാകുന്നത്. കൃഷിയും പുതിയ കൃഷി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴി വസന്ത കുത്തിവയ്പ് ജൂൺ 10 വരെ. ഡയറി ഫാം തുടങ്ങാൻ ധനസഹായം. സുസ്ഥിര മത്സ്യകൃഷിക്ക് 20 കോടിയുടെ പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കോഴി വസന്ത പ്രതിരോധ കുത്തിവയ്പ് ജൂൺ 10 സമാപിക്കും. സംസ്ഥാനത്തെ 1,10,00,000 കോഴികളെയും 9 ലക്ഷം താറാവുകളെയും പ്രതിരോധ കുത്തിവയ്പിന് വിധേയമാക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇതിനായി 5000-ഓളം വരുന്ന വാക്സിനേറ്റർമാർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞു. വളർത്തുപക്ഷി ഒന്നിന് 2 രൂപ ഈടാക്കി നടത്തുന്ന പ്രതിരോധ കുത്തിവയ്പിന് വാക്സിനേറ്റർമാർ നേതൃത്വം നൽകും. ജൂൺ 10-നകം എല്ലാ കർഷകരും മൃഗാശുപത്രികളുമായി ബന്ധപ്പെട്ട് ഈ സൌകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് അസ്കാഡ് പ്രോജക്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി പദ്ധതികൾ. കാർഷിക രംഗത്തിന്റെ സർവ്വതോമുഖമായ ഉന്നമനം ലാക്കാക്കി കർഷകർക്കായി കിസാൻ ചാനൽ ആരംഭിച്ചു. കർഷകർക്ക് SMS വഴി കാർഷിക നിർദ്ദേശങ്ങൾ ലഭ്യമാക്കി. രാജ്യത്തൊട്ടാകെ മെഗാ ഫുഡ് പാർക്ക് എന്ന പേരിൽ 17 ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് അനുമതി നൽകി. 2000 കോടി രൂപ മുടക്കുള്ള ഈ സംവിധാനം രാജ്യത്തെ 12 ലക്ഷത്തോളം കർഷകർക്ക് സഹായകമാകും.
ഡയറി ഫാം തുടങ്ങുന്നതിനാവശ്യമായ കറവയന്ത്രം, സ്പ്രിംഗ്ലർ, റബ്ബർ മാറ്റ്, ഫാൻ, സ്ലെറി പമ്പ്, ബയോഗ്യാസ് പ്ലാന്റ്, എയർ കംപ്രസർ, ക്രീം സെപ്പറേറ്റർ തുടങ്ങിയവയ്ക്ക് ക്ഷീരവികസന വകുപ്പ് ധനസഹായം നൽകും. 2 പശു അടങ്ങിയ യൂണിറ്റിന് 30,000 രൂപയും 5 പശു അടങ്ങിയ യൂണിറ്റിന് 80,000 രൂപയും 10 പശു അടങ്ങിയ യൂണിറ്റിന് 1,50,000 രൂപയും സബ്സിഡി നൽകും. കറവയന്ത്രത്തിന് പരമാവധി 22,500 രൂപ വരെ സബ്സിഡി നൽകും. താൽപര്യമുള്ള കർഷകർ ജില്ലാ ക്ഷീരവികസന ഓഫീസുകളുമായി ബന്ധപ്പെടുക. സുസ്ഥിര മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുവാനുള്ള പദ്ധതി ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മത്സ്യകൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നു. നാടൻ മത്സ്യങ്ങളുടെ സംരക്ഷണം, ഒരു നെല്ലും ഒരു മീനും, വള്ളങ്ങളിൽ മത്സ്യകൃഷി എന്നിവയാണ് പദ്ധതിയിലെ ഘടകങ്ങൾ. ഒരു നെല്ലും ഒരു മീനും പദ്ധതിയിൽ 1,48,680 രൂപ സബ്സിഡി ലഭിക്കും. വള്ളങ്ങളിലെ മത്സ്യകൃഷിക്ക് യൂണിറ്റിന് 18,000 രൂപയും നാടൻ മത്സ്യങ്ങളുടെ സംരക്ഷണത്തിന് പ്രത്യേക സങ്കേതങ്ങൾ തുടങ്ങുന്നതിനായി 15 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ പദ്ധതിയുടെ ഭാഗമായി കരിമീനുകളുടെ വിത്തുൽപാദന യൂണിറ്റുകൾക്ക് 10,000 രൂപ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വിലാസം അഡാക് റീജിയണൽ ഓഫീസ്, TD ഹൈസ്കൂളിന് എതിർവശം, ആലപ്പുഴ. ഫോൺ നമ്പർ 0477 226 2322. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,300 രൂപ, കോഴിക്കോട് 13,700 രൂപ, തൃശൂർ 12,500 രൂപ. കൊപ്ര കൊച്ചി 8,340 രൂപ, കോഴിക്കോട് 8,600 രൂപ, തൃശൂർ 8,520 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 60,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 63,000 രൂപ. ചുക്ക് മീഡിയം 21,500 രൂപ, ചുക്ക് ബെസ്റ്റ് 23,500 രൂപ. മഞ്ഞൾ സേലം 8,600 രൂപ, മഞ്ഞൾ ഈറോഡ് 8,900 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,975 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,300 രൂപ, കൊപ്ര 8,340 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,400 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,800 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 60,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 63,000 രൂപ. ചുക്ക് മീഡിയം 21,500 രൂപ, ചുക്ക് ബെസ്റ്റ് 23,500 രൂപ. മഞ്ഞൾ നാടൻ 9,900 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 270-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യേ. ജാതിപത്രി 600-നും 950-നും മധ്യേ. ഗ്രാമ്പു 820 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ. ഒട്ടുപാൽ 9,000 രൂപ, ലാറ്റക്സ് 10,500 രൂപ. കമ്പോള അവലോകനം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ അല്പം കാത്തിരിക്കേണ്ട സാഹചര്യം ഉടലെടുത്തതോടെ വ്യവസായികൾ മുഖ്യവിപണികളിൽ പിടിമുറുക്കി. മെച്ചപ്പെട്ട വില പ്രതീക്ഷിച്ച സ്റ്റോക്കിസ്റ്റുകൾ കാര്യമായി ഷീറ്റ് ഇന്ന് വിൽപ്പനയ്ക്കിറക്കിയില്ല. ടയർ കമ്പനികൾ കിലോഗ്രാമിന് 130 രൂപയ്ക്ക് 4ാം ഗ്രേഡ് ശേഖരിച്ചു. ലാറ്റക്സ് കിലോ 105 രൂപയിലാണ്. കാലവർഷം പ്രതീക്ഷിച്ചതിനേക്കാൾ ദുർബലമാക്കുമെന്ന വിലയിരുത്തലുകൾ കാർഷികോൽപാദനത്തെ സാരമായി ബാധിക്കാനിടയുണ്ട്. കൊച്ചിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 56,000 കിലോ ചരക്ക് ലേലത്തിന് വന്നു. മികച്ച ഇനങ്ങൾ കിലോ 937 രൂപയിലും ശരാശരി ഇനങ്ങൾ 684 രൂപയിലും ലേലം കൊണ്ടു. നാളികേരോൽപ്പന്നങ്ങളുടെ നിരക്ക് വീണ്ടും ഇടിഞ്ഞു. കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് 200 രൂപ താഴ്ന്നു. ഡിമാൻഡ് മങ്ങിയത് മൂലം കൊപ്ര വിലയും കുറഞ്ഞു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിണ്ണാക്കിന്റെ നിരക്കും കുറഞ്ഞു. കയറ്റുമതിക്കാരും അന്തർ സംസ്ഥാന വ്യാപാരികളും കുരുമുളക് വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ തിരക്കിട്ട് ഉൽപ്പന്നം ശേഖരിക്കാൻ മടിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2, 26.5. കൊച്ചി 31.8, 25.6. ആലപ്പുഴ 32.6, 26.4. പുനലൂർ 30.5, 23.4. തിരുവനന്തപുരം 28.8, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.